ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. തേർഡ് സെമസ്റ്റർ ബികോം BBAയിലെ ബിസിനസ് റെഗുലേഷൻ എന്ന സബ്ജക്റ്റിൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബിസിനസ് റെഗുലേഷൻ എന്ന സബ്ജക്റ്റ് 19 ചാപ്റ്ററുകളിലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ ബിസിനസ് റെഗുലേഷൻ്റെ 3-4 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. അപ്പോൾ വരുന്നുണ്ടെങ്കിൽ തന്നെ 1-2 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അതുപോലെ തന്നെ എക്സാമിന് വരും, അല്ലെങ്കിൽ അതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പ്രതീക്ഷിക്കേണ്ട. കാരണം നമ്മളൊരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി നോക്കുമ്പോൾ ഒരു കഴിഞ്ഞ വർഷം വന്നത് ഒരിക്കലും നെക്സ്റ്റ് ഇയറിൽ എന്ത് ചെയ്യുന്നില്ല, അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സബ്ജക്റ്റ് വൈഡാണ്, അത്യാവശ്യം ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻസും ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്താണ് ബിസിനസ് ലോ, ഡിഫൈൻ ബിസിനസ് ലോ, അതേപോലെ അതിൻ്റെ നാച്ചുറോ സ്കോപ്പോ ചിലപ്പോൾ എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ എന്താണ് ബിസിനസ് ലോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ബിസിനസ് ലോ, മർക്കൻഡൈൽ ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെയിം ആണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ചാപ്റ്ററിലേക്ക്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഒരൊറ്റ ക്വസ്റ്റ്യങ്ങൾ പഠിക്കുക. ഓക്കെ, നിർബന്ധമായിട്ടും പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് പറയുന്നത്. പഠിക്കുന്നവർക്ക് ഒരുപാട് ആ ഏരിയാസൊക്കെ കവർ ചെയ്ത് പഠിക്കാം. ഇനി എന്താ പറയുക, ഇപ്പോൾ ബുക്ക് എടുത്ത് നോക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ 3rd സെം കഴിഞ്ഞ് 4th സെമ്മിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ, ടൈം ടേബിൾ വന്നപ്പോൾ ബുക്ക് എടുത്ത് നോക്കുന്നവരൊക്കെ ഉണ്ടാവാം. അപ്പോൾ അവർ നിർബന്ധമായിട്ടും ഈ പറയുന്ന ക്വസ്റ്റ്യൻസൊക്കെ എന്ത് ചെയ്യുക, നോക്കാം. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് എന്താണ് കോൺട്രാക്റ്റ്, ഡിഫൈൻ കോൺട്രാക്റ്റ്, ഡിഫൈൻ അഗ്രിമെൻ്റ് എന്താണെന്ന് നോക്കുക. അതേപോലെ വാലിഡ് കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റ്, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ വാട്ട് യു മീൻ ബൈ വോയിഡ് അബ് ഇനിഷ്യോ, അപ്പോൾ അതൊരു ടേമാണ്, ചോദിക്കും എന്താണ് വോയിഡ് അബ് ഇനിഷ്യോ. ദെൻ എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ്. ദെൻ ഈ കോൺട്രാക്റ്റിൽ തന്നെ ഈ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും. ഈ വോയിഡ് കോൺട്രാക്റ്റും വോയിഡബിൾ കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതേപോലെ വാലിഡ് കോൺട്രാക്റ്റും അതേപോലെ വോയിഡ് കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, വോയിഡ് കോൺട്രാക്റ്റും വോയിഡ് അഗ്രിമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ഈ 3 ഡിഫറൻസ് ഒന്ന് എന്ത് ചെയ്യുക, നോക്കുക. ഓക്കെ, വോയിഡ് കോൺട്രാക്റ്റ്, വോയിഡബിൾ കോൺട്രാക്റ്റ്, വാലിഡ് കോൺട്രാക്റ്റ്, ദെൻ വോയിഡ് അഗ്രിമെൻറ്റ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഡു യു മീൻ ബൈ കൺസെൻസസ് ആഡ് ഐഡം എന്നുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ വോയിഡ് അബ് ഇനിഷ്യോ, കൺസെൻസസ് ആഡ് ഐഡം എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഈ 3 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, ഇനി ചാപ്റ്റർ നമ്പർ 3ലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് എന്നുള്ള ചാപ്റ്ററാണ്. എന്താണ് ഓഫർ, അതിൻ്റെ കൂടെ തന്നെ ചോദിക്കുന്നതാണ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് എസെൻഷ്യൽസ്. ഈ ഓഫറിൻ്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണ്, ഒരു ഓഫർ അത് വാലിഡ് ആവണമെന്നുണ്ടെങ്കിലുള്ള എസെൻഷ്യൽസ് എന്തൊക്കെയാണ്. ദെൻ എസെൻഷ്യൽസ് ഓഫ് വാലിഡ് ആക്സെപ്റ്റൻസിൻ്റെ എസെൻഷ്യൽസ്, അതേപോലെ അത് പഠിക്കുമ്പോൾ എന്താണ് ആക്സെപ്റ്റൻസ് എന്നുള്ളതും പഠിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈം റിവോക്കേഷൻ ഓഫ് ആൻ ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്, ഓഫറും ആക്സെപ്റ്റൻസിൻ്റെയും ടൈം റിവോക്കേഷൻസ് രണ്ടിൻ്റെയും പഠിക്കുക. ദെൻ ലാപ്സ് ഓഫ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്, എപ്പോഴാണ് ഒരു ഓഫർ ലാപ്സ് ആവുക, അതേപോലെ ആക്സെപ്റ്റൻസ് എപ്പോഴാണ് ലാപ്സ് ആവുക എന്നുള്ളത് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ഈ ഒരു 4 ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ നമ്പർ 3യിൽ നിന്ന് നിങ്ങൾ എന്തായാലും നോക്കണം, നിർബന്ധമായിട്ട് നോക്കേണ്ടതാണ്. പിന്നെ ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ നോക്കുക, സമയത്തിനനുസരിച്ചിട്ട് പഠിക്കുക. ഓക്കെ, ദെൻ ചാപ്റ്റർ നമ്പർ 4ലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺസിഡറേഷൻ എന്നൊരു ചാപ്റ്ററാണ്. ഇപ്പോൾ കൺസിഡറേഷനിൽ ഡിഫൈൻ കൺസിഡറേഷൻ, എന്താണ് കൺസിഡറേഷൻ, ദെൻ എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കൺസിഡറേഷൻ, ഒരു വാലിഡ് കൺസിഡറേഷൻ്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണ്. പിന്നെ അതേപോലെ ഈ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ് ആൻഡ് സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ, അപ്പോൾ സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റും സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കുക. പിന്നെ വാട്ട് ഈസ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ്, എന്താണ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ്. ദെൻ വാട്ട് യു മീൻ ബൈ നൂഡും പാക്റ്റം, അതും ഈ ഒരു ടേമാണ്. അതൊക്കെ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ടേമുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. കാരണം 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നതാണ് വാട്ട് ഈസ് മീൻ ബൈ നൂഡും പാക്റ്റം. ദെൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ്, എക്സ്പ്ലെയിൻ പോയിൻറ്റിങ് ഔട്ട് ദ എക്സെപ്ഷൻസ്.
അപ്പോൾ അത് ചോദിച്ചിട്ടുള്ളതാണ് നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ് ഒരു കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അവിടെ കോൺട്രാക്റ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. എക്സ്പ്ലെയിൻ പോയിൻറ്റിങ് ഔട്ട് ദ എക്സെപ്ഷൻസ്. പക്ഷേ എക്സെപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് പോയിൻ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ നോക്കേണ്ട ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ആ പറയുന്ന ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും പഠിക്കുക. ദെൻ 5th ചാപ്റ്ററിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ വാട്ട് ഡു യു മീൻ ബൈ കപ്പാസിറ്റി ടു കോൺട്രാക്റ്റ്. ഓക്കെ, എന്താണ് കപ്പാസിറ്റി ടു കോൺട്രാക്റ്റ്? അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ട ആൾക്കാർ ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചതാണ്, അതൊന്ന് പഠിക്കുക. ദെൻ എക്സാമിൻ്റെ ലീഗൽ പൊസിഷൻ ഓഫ് മൈനറിൻ്റെ ലീഗൽ പൊസിഷൻസ് എന്താണ്, മൈനർ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. ദെൻ ഹു ആർ ദ പീപ്പിൾ വിത്ത് അൺസൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഓക്കെ, ആരെയാണ് അൺസൗണ്ട് മൈൻഡ് എന്ന് വിളിക്കുന്നത്? ദെൻ ഡിസ്ക്രൈബ് ദ പീപ്പിൾ ഓഫ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ എന്നത് അത്തരം ആൾക്കാരെ പറ്റിയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കപ്പാസിറ്റി ടു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റാത്ത ആൾക്കാരിൽ പെട്ടതാണ് ഇത് മൈനർ, അൺസൗണ്ട് മൈൻഡ്, പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. അപ്പോൾ ഇവരുടെ ഈ പ്രൊവിഷൻസും നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ 5ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ്. ദെൻ നെക്സ്റ്റ് 6ാമത്തെ ചാപ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിഫൈൻ ഫ്രീ കൺസെൻറ്റ്. എന്താണ് ഫ്രീ കൺസെൻറ്റ്? അതേപോലെ വാട്ട് ഈസ് കൊയേഷൻ എന്താണ് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്, പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് കൊയേഷൻ. ദെൻ ഡിഫൈൻ അൺഡു ഇൻഫ്ലുവൻസ്. എന്താണ് അൺഡു ഇൻഫ്ലുവൻസ്? എഫക്റ്റ് ഓഫ് അൺഡു ഇൻഫ്ലുവൻസ്. ഓക്കെ, അൺഡു ഇൻഫ്ലുവൻസിൻ്റെ എഫക്റ്റ്. ദെൻ വാട്ട് ഈസ് ഫ്രോഡ്? എഫക്ട്സ് ഓഫ് ഫ്രോഡ് എന്താണ് അതിൻ്റെ എഫക്റ്റ്? അപ്പോൾ അൺഡു ഇൻഫ്ലുവൻസ് അതിൻ്റെ എഫക്റ്റ്, ഫ്രോഡ് അതിൻ്റെ എഫക്റ്റ്. നെക്സ്റ്റ് മെൻഷൻ ദ സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് സൈലൻസ് അമൗണ്ട്സ് ടു ഫ്രോഡ്. ഓക്കെ, അപ്പോൾ ചോദിക്കാൻ ഒരു ചാൻസലർ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ വാട്ട് ഈസ് മിസ് റെപ്രസെൻറ്റേഷൻ? എഫക്ട്സ് ഓഫ് മിസ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ മിസ് റെപ്രസെൻറ്റേഷൻ ആൻഡ് ഫ്രോഡ്. മിസ് റെപ്രസെൻറ്റേഷൻ ഫ്രോഡ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? വാട്ട് ഈസ് മിസ്റ്റേക്ക്? ടൈപ്പ് ഓഫ് മിസ്റ്റേക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു 6ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ അൺഡു ഇൻഫ്ലുവൻസ് ആൻഡ് എഫക്ട്സ്, ഫ്രോഡ് ആൻഡ് എഫക്ട്സ്, മിസ് റെപ്രസെൻറ്റേഷൻ ആൻഡ് ഇറ്റ്സ് എഫക്റ്റ്, ഇതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കുക. അപ്പോൾ ഈ ഒരു 8 ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ നമ്പർ 6ൽ നിന്ന് നിങ്ങൾ നോക്കുക, മസ്റ്റായിട്ടും പഠിക്കുക. ഓക്കെ, ഇനി ചാപ്റ്റർ നമ്പർ 7, 8, 9 ഇത് അധികം ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത 2-3 ചാപ്റ്റേഴ്സാണ് 7ഉം 8ഉം 9ഉം. അപ്പോൾ നിങ്ങൾ എല്ലാം പഠിച്ചതിന് ശേഷം ലീസ്റ്റ് ഇമ്പോർട്ടൻസ് ഏതിന് കൊടുക്കുക, 7, 8നൊക്കെ കൊടുക്കുക. അപ്പോൾ ചാപ്റ്റർ നമ്പർ 7ൽ നിന്ന് ചോദിക്കാൻ ചാൻസുള്ളതാണ് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ. ഓക്കെ, ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ്റെ ലീഗാലിറ്റി എന്താണ്? വാട്ട് ആർ ദ അഗ്രിമെൻറ്റ് ഒപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി? ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ നിർബന്ധമായിട്ടും ചാപ്റ്റർ നമ്പർ 7ൽ നിന്ന് നോക്കേണ്ടത്. ദെൻ ചാപ്റ്റർ നമ്പർ 8 ഡിഫൈൻ വോയിഡ് അഗ്രിമെൻറ്റ്. എന്താണ് വോയിഡ് അഗ്രിമെൻറ്റ്? ദെൻ വാട്ട് ആർ ദ അഗ്രിമെൻറ്റ് ഓഫ് ഡിക്ലെയർഡ് ആസ് എ വോയിഡ്? അപ്പോൾ ഒരു അഗ്രിമെൻറ്റ് അത് വോയിഡ് ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെത്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ നമ്പർ 8ൽ നിന്ന് നോക്കുക. ഓക്കെ, 8ൽ വേറെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷേ ഒരൊറ്റ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നിർബന്ധമായിട്ട് ഈ ക്വസ്റ്റ്യൻസ് പഠിക്കുക. ഓക്കെ, ദെൻ ചാപ്റ്റർ നമ്പർ 9 വേജറിങ് ആൻഡ് കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ്. എന്താണ് വേജറിങ്, എന്താണ് കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എന്നുള്ളത് പഠിക്കുക. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ഡിഫൈൻ കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ്, വാട്ട് ഈസ് വേജറിങ് അഗ്രിമെൻറ്റ്. ഓക്കെ, അപ്പോൾ വേജറിങ് അഗ്രിമെൻറ്റ് എന്താണെന്നും കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എന്താണെന്നുള്ളതും നിർബന്ധമായിട്ട് പഠിക്കുക. പിന്നെ ഇത് തമ്മിലുള്ള ഡിഫറൻസ്, വേജറിങ് അഗ്രിമെൻറ്റും കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് തമ്മിലുള്ള ഡിഫറൻസും നോക്കി വെക്കുക. അപ്പോൾ ഇതാണ് ചാപ്റ്റർ നമ്പർ 9 പഠിക്കേണ്ടത്. അപ്പോൾ 1 മുതൽ 9 വരെയുള്ള ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. ഇനി അങ്ങോട്ട് 10 മുതൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ്, ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ നെക്സ്റ്റ് വീഡിയോ.